മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെയും അതിന്റെ നേതാവായ സാദിഖ് അലി തങ്ങളെയും മാത്രമല്ല മുസ്ലിം ലീഗുകാർ പരമപവിത്രമായി കാണുന്ന പാണക്കാട് തറവാടിനെ തന്നെ അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 29-ന് പ്രിയങ്ക ഗാന്ധി പാണക്കാട് തറവാട്ടിലേക്ക് ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. ആ സന്ദർശനത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം മുസ്ലിം ലീഗ് നേതാക്കളും മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പേജും പങ്കുവയ്ക്കുകയുണ്ടായി. കുഞ്ഞാലിക്കുട്ടിയാണ് പ്രിയങ്ക ഗാന്ധി പാണക്കാട് തറവാട്ടിൽ എത്തുന്നത് മുതൽ അവിടെ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും ലൈവായി തന്നെ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി പങ്കുവയ്ക്കുകയുണ്ടായി. എന്നാൽ മുസ്ലിം ലീഗുകാർ ആഘോഷമാക്കി മാറ്റിയ പ്രിയങ്ക ഗാന്ധിയുടെ ഈ പാണക്കാട് സന്ദർശനം, അവിടെ നടത്തിയ ഈ ഇഫ്താർ സൽക്കാരം പക്ഷേ ഏറ്റവും സജീവമായി ഹാൻഡിൽ ചെയ്യപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിലോ ട്വിറ്റർ അക്കൗണ്ടിലോ മറ്റേതെങ്കിലും സമൂഹ മാധ്യമ പേജുകളിലോ കാണാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയങ്ക ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജ് വളരെ സജീവമായ ഒരു പേജാണ്. പ്രിയങ്ക ഗാന്ധി ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുത്താലും അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം അവർ പങ്കുവയ്ക്കാറുണ്ട്. മാർച്ച് 29-ാം തീയതിയും വയനാട്ടിലെ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത മുഴുവൻ പരിപാടികളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പങ്കുവച്ചിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പേജിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ കാണാൻ സാധിക്കില്ല എന്നത് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകരെ തന്നെ അസംതൃപ്തിയിലാക്കിയിട്ടുണ്ട്. അവരുടെ ഇടയിൽ വലിയ രോഷമാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും പോലും എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കാണുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ ഭവനത്തിൽ പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്തുന്നതും ഇഫ്താർ സൽക്കാരത്തിൽ ഏർപ്പെടുന്നതിന്റെയും ചിത്രങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ പേജ് വഴി പങ്കുവച്ചാൽ അതൊരു അപകടമാണ്, അല്ലെങ്കിൽ അതൊരു അപകടം സൃഷ്ടിച്ചേക്കുമെന്ന തോന്നൽ പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ്. അവരിൽ ഒരു ആൾ പോലും പ്രിയങ്ക ഗാന്ധിയുടെ പേജോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഏതെങ്കിലും സൈബർ പേജുകളോ ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കാതിരുന്നതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ സമയത്തെ അസാന്നിധ്യം ഇതുമായി ചേർത്ത് വായിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസ് അതിൻ്റെ എല്ലാ MP-മാർക്കും വിപ്പ് നൽകുകയുണ്ടായി. കോൺഗ്രസിന്റെ MP-മാർ എല്ലാവരും വഖഫ് ഭേദഗതി ചർച്ചയുടെ സമയത്ത് പാർലമെന്റിൽ ഹാജരായിരിക്കണമെന്ന്. ആ വിപ്പ് ലംഘിച്ച ഏക കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിയാണ് എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ഉണ്ടായിരുന്നിട്ട് കൂടി വഖഫ് ഭേദഗതി ചർച്ചയിൽ ഒരു ശബ്ദമുയർത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നതും കോൺഗ്രസ് വഖഫ് അടക്കമുള്ള മുസ്ലിം പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന നിശബ്ദത അല്ലെങ്കിൽ കുറ്റകരമായ മൗനത്തെ തെളിയിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2020-ൽ രാമക്ഷേത്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും ഇതിൽ കൂടുതൽ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നതിലാണ് യഥാർത്ഥ കുഴപ്പമെന്ന് പറയേണ്ടിയിരിക്കുന്നു. മുൻപ് NIA ഭേദഗതി ബില്ല് ചർച്ചയായി വന്ന ഘട്ടത്തിൽ അതിനെതിരെ അത് മുസ്ലിങ്ങളെ പെർസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ബില്ലാണ് എന്ന് പോലും പറഞ്ഞു വെച്ച കോൺഗ്രസ് നേതാക്കൾ പോലും പിന്നീട് അതിനനുകൂലമായി വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമാണ് ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് മൃദു ഹിന്ദുത്വത്തിന്റെ പാതയിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഒരു മുസ്ലിം ലീഗിന്റെ ഏറ്റവും പവിത്രമായ ഇടമായ അവരുടെ പ്രവർത്തകർ കാണുന്ന പാണക്കാട് തറവാട്ടിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം പോലും അവരുടെ പേജുകൾ വഴി പങ്കുവയ്ക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ മടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് 3,64,000 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി 2024-ൽ അവിടെ നിന്നും വിജയിപ്പിച്ച മുസ്ലിം ലീഗും വയനാട്ടിലെ ജനങ്ങളും തൊട്ടടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിപ്പിക്കുന്നത്. ആ മുസ്ലിം ലീഗിനെയാണ് ഇത്ര വലിയൊരു വിജയം പ്രിയങ്ക ഗാന്ധിക്ക് സമ്മാനിച്ച ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഒരു മണ്ഡലത്തിലും പ്രിയങ്ക ഗാന്ധിക്ക് സമ്മാനിക്കാൻ കഴിയാത്തത്ര വലിയ വിജയം വയനാട്ടിൽ കോൺഗ്രസിനും പ്രിയങ്ക ഗാന്ധിക്കും സമ്മാനിച്ച മുസ്ലിം ലീഗിനെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും അപമാനിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.